അന്ന് സഞ്ജുവിന്റെ സെഞ്ചുറിയിൽ തകർന്നടിഞ്ഞതാണ് മുംബൈ ഇന്ത്യൻസ്. അതിന് പകരം ചോദിക്കാനാണ് ഇന്നലെ ചെപ്പോക്കിലേക്ക് ഹാർദിക്കും കൂട്ടരും വണ്ടി കയറിയത്. പക്ഷേ തകർന്ന് തരിപ്പണമാകാനായിരുന്നു വിധി. സഞ്ജു 11 റൺസ് എടുത്തു മടങ്ങിയപ്പോൾ ആശ്വസിച്ചതാണ്. എന്നാൽ നായകൻ ഋതുരാജ് ഗെയ്ക്വാദും യുവതാരം കാർത്തിക്കും തച്ചുടച്ചതോടെ 7ാം തോൽവിയും ദൈവത്തിന്റെ പോരാളികൾ ഏറ്റുവാങ്ങി. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മുംബൈ പവർ പ്ലേ ഓവറുകളിൽ ചെന്നൈയുടെ ബൗളിംഗ് ആക്രമണത്തിനെതിരെ റൺസ് കണ്ടെത്താൻ പാടുപെടുന്നതാണ് കണ്ടത്. തുടക്കത്തിൽ കൃത്യമായി പന്തെറിഞ്ഞ ചെന്നൈ ബൗളർമാർ മുംബൈ ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്തി. വാശിയേറിയ ഈ പോരാട്ടത്തിൽ ചെന്നൈയുടെ ചീറിപ്പാഞ്ഞെത്തിയ പന്തുകൾക്ക് മുമ്പിൽ മുംബൈ ബാറ്റേഴ്സിന് പലപ്പോഴും ടൈമിംഗ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മുംബൈയുടെ ഇന്നിംഗ്സിന് കരുത്തായത് നമന്തീറിന്റെയും റയാൻ റിക്കിൾട്ടന്റെയും പോരാട്ട വീര്യമായിരുന്നു. 57 റൺസ് എടുത്ത നമന്തീർ ഗ്രീസിൽ നങ്കൂരമിട്ട് കളിച്ചപ്പോൾ 37 റൺസ് അടിച്ചുകൂട്ടിയ റിക്കിൾട്ടൻ മുംബൈ സ്കോറിന് ജീവൻ നൽകി. എന്നാൽ മധ്യ ഓവറുകളിൽ ചെന്നൈയുടെ സ്പിൻ തന്ത്രങ്ങൾക്ക് മുമ്പിൽ മുംബൈയുടെ റൺ റേറ്റ് കുത്തനെ ഇടിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെയുള്ള വമ്പന്മാർ ക്രീസിൽ പതറിയപ്പോൾ മുംബൈക്ക് 1 സ്കോറിലേക്ക് കുതിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവസാന ഓവറുകളിൽ പ്രതീക്ഷിച്ച വെടിക്കെട്ട് നടത്താൻ മുംബൈക്ക് സാധിക്കാതെ പോയത് അവർക്ക് വലിയ തിരിച്ചടിയായി. ചെന്നൈ ബൗളിംഗിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് അൻഷുൽ കംബോജാണ്. 4 ഓവറിൽ 32 റൺസ് മാത്രം വഴങ്ങി 3 നിർണായക വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. കംബോജിന്റെ തീത്തുപ്പിയ പന്തുകൾ മുംബൈയുടെ മുൻനിരയുടെ താളം തെറ്റിച്ചു. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും ഒരേപോലെ തിളങ്ങിയ കംബോജ് മുംബൈയുടെ വലിയ സ്കോർ എന്ന മോഹങ്ങൾക്ക് തടയിട്ടു. പന്തുകളിൽ വേരിയേഷൻ വരുത്തിയും കൃത്യമായ യോർക്കറുകൾ എറിഞ്ഞും താരം ചെന്നൈ പ്രതീക്ഷകൾക്ക് മൂർച്ച കൂട്ടി. കംബോജിന് മികച്ച പിന്തുണയുമായി അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദും പന്തെറിഞ്ഞു. 4 ഓവറിൽ 26 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് സ്വന്തമാക്കിയത്. പിച്ചിന്റെ സ്വഭാവം മുതലെടുത്ത് പന്തെറിഞ്ഞ നൂറിന്റെ വീര്യത്തിന് മുന്നിൽ മുംബൈ ബാറ്റിംഗ് നിര ശരിക്കും വട്ടം കറങ്ങി. റൺസ് വിട്ടുകൊടുക്കാൻ മടി കാണിച്ച നൂർ അഹമ്മദ് മധ്യ ഓവറുകളിൽ മുംബൈയെ വരിഞ്ഞു മുറുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ജാമി ഓവർട്ടന്റെ ബൗളിംഗും ചെന്നൈക്ക് വലിയ മുതൽക്കൂട്ടായി. 4 ഓവറിൽ വെറും 23 റൺസ് മാത്രം വഴങ്ങി 1 വിക്കറ്റ് നേടിയ ഓവർട്ടന്റെ എക്കണോമി 5.75 ആയിരുന്നു. റൺസ് വിട്ടുകൊടുക്കാതെ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ ഓവർട്ടൺ പൂർണ്ണ വിജയം കണ്ടു. പന്തിന്റെ വേഗതയിൽ വ്യത്യാസം വരുത്തിയും കൃത്യമായ ലെങ്ത് പാലിച്ചും മുംബൈയുടെ സ്കോറിംഗ് വേഗതയ്ക്ക് കടിഞ്ഞാണിട്ടു. IPL ചരിത്രത്തിലെ മുംബൈയും ചെന്നൈയും തമ്മിൽ നേർക്കുനേർ വന്നപ്പോഴെല്ലാം മുംബൈക്കായിരുന്നു നേരിയ മുൻതൂക്കം. എന്നാൽ ഈ സീസണിലെ മുൻ മത്സരത്തിൽ വാങ്കഡയിൽ വെച്ച് ചെന്നൈ മുംബൈയെ 103 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആ മത്സരത്തിലെ തകർച്ചയ്ക്ക് ശേഷം ഈ മത്സരത്തിൽ മുംബൈക്ക് 20 ഓവറിൽ 159-ന് 7 എന്ന സ്കോറിൽ ഒതുങ്ങേണ്ടി വന്നു. മുംബൈ ഉയർത്തിയ 160 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെന്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോരാട്ട വീര്യം അക്ഷരാർത്ഥത്തിൽ എതിരാളികളെ വിറപ്പിക്കുന്നതായിരുന്നു. മുംബൈയുടെ പേസ് നിരക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പവർ പ്ലേയിൽ തന്നെ മഞ്ഞപ്പടയുടെ ആക്രമണം തുടങ്ങി. ഓരോ ഫോറുകളും സിക്സറുകളും ചെപ്പോക്ക് സ്റ്റേഡിയത്തെ ഒരു കടൽ കണക്കെ ഇരമ്പിയർപ്പിച്ചു. സഞ്ജുവിന്റെ പോരാട്ടം നിരാശ വളർത്തുന്നതായിരുന്നു. 11 റൺസ് എടുത്തതായിരുന്നു താരത്തിന്റെ മടക്കം. എന്നാൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ വെടിക്കെട്ടിന് മുമ്പിൽ മുംബൈയുടെ വിജയമോഹങ്ങളുടെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. 48 പന്തുകളിൽ നിന്ന് 2 സിക്സറുകളും 5 ഫോറുകളും സഹിതം 67 റൺസുമായി അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ബുംറയുടെ തീപ്പൊരി പന്തുകളെപ്പോലും അതിർത്തി കടത്തിക്കൊണ്ട് ഋതുരാജ് താൻ ഈ ടീമിന്റെ യഥാർത്ഥ അമരക്കാരനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. വിക്കറ്റുകൾ വീഴ്ത്തി സമ്മർദ്ദം സൃഷ്ടിക്കാൻ നോക്കിയ മുംബൈ ബൗളർമാരുടെ തന്ത്രങ്ങൾ യുവതാരം കാർത്തിക് ശർമ്മയുടെ ബാറ്റിൽ തട്ടി തവിട് പൊടിയായി. 40 പന്തിൽ 54 റൺസ് എടുത്ത കാർത്തിക്കിന്റെ പോരാട്ടം മുംബൈ ക്യാമ്പിൽ കരിനിയൽ വീഴ്ത്തി. സ്പിൻ മാന്ത്രികൻ ഗസൻഫ്രയും പേസർ ട്രെന്റ് ബോൾട്ടിനെയും സിക്സറുകൾക്ക് തൂക്കിയ ഇന്നിംഗ്സ് ആരാധകർക്ക് പുളകം നൽകുന്ന കാഴ്ചയായിരുന്നു. ഗെയ്ക്വാദും കാർത്തിക്കും ചേർന്ന് തീർത്ത അപരാജിത കൂട്ടുകെട്ട് മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും മഞ്ഞപ്പടക്ക് അനുകൂലമാക്കി മാറ്റി. ഒടുവിൽ 11 പന്തുകൾ ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ആധികാരികമായ വിജയം സ്വന്തമാക്കി. സീസണിലെ 2 മത്സരങ്ങളിലും ചെന്നൈക്കെതിരെ വിജയമില്ലാതെ ഹാർദിക്കിനും സംഘത്തിനും മടങ്ങേണ്ടി വന്നു. നേരിയ പ്രതീക്ഷകളോടെ പ്ലേ ഓഫ് സാധ്യതകൾ തുലാസിലാവുകയാണ്. ഇത് ചെന്നൈയാണ്. ഇത് അവരുടെ തിരിച്ചുവരവാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാമ്പിൽ ഇപ്പോൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നാളുകളാണ്. ടീമിന്റെ ബാറ്റിംഗ് നിരയുടെ നെടുംതൂണായ നായകൻ ഋതുരാജ് ഗെയ്ക്വാഡ് തന്റെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയത്
മഞ്ഞപ്പടക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. ഓപ്പണിംഗിൽ അദ്ദേഹം നൽകുന്ന ശക്തമായ അടിത്തറ മധ്യനിരയിലെ ബാറ്റർമാർക്ക് യാതൊരു സമ്മർദ്ദവുമില്ലാതെ കൂറ്റിനടികൾക്ക് മുതിരാൻ സഹായിക്കുന്നു. ഇതിനൊപ്പം യുവതാരം ഉർവിൽ പട്ടേലിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് ടീം മാനേജ്മെന്റിന്റെ വിശ്വാസം പൂർണ്ണമായും നേടിയെടുത്തിരിക്കുന്നു. നിർണായക ഘട്ടത്തിൽ തിളങ്ങാൻ കഴിയുന്ന ഇത്തരം താരങ്ങളുടെ സാന്നിധ്യം ബാറ്റിംഗ് നിരയുടെ ആഴം വ്യക്തമാക്കുന്നു. കൂടാതെ തുടർച്ചയായ മത്സരങ്ങളിൽ മികച്ച റൺസ് കണ്ടെത്തിക്കൊണ്ട് കാർത്തിക് ശർമ്മയും ടീമിൽ തന്റെ സ്ഥാനം ഭദ്രമാക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ടീമിന് ആവശ്യമായ നിർണായക സംഭാവനകൾ നൽകാൻ കാർത്തിക്കിന് സാധിക്കുന്നുണ്ട്. അത് ചെന്നൈയുടെ കുതിപ്പിന് വലിയൊരു മുതൽക്കൂട്ടാണ്. ബാറ്റിംഗിലെ ഈ മുന്നേറ്റത്തിന് പുറമെ ചെന്നൈക്ക് ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു പ്രധാന ഘടകം അവരുടെ തീപ്പൊരി ബൗളിംഗ് നിരയാണ്. പേസർമാരും സ്പിന്നർമാരും ഒരേപോലെ ഫോം കണ്ടെത്തുകയും എതിരാളികൾക്ക് റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നത് ടീമിന്റെ വിജയ സാധ്യതകൾ ഇരട്ടിയാക്കുന്നു. കൂട്ടായുള്ള ഈ ബൗളിംഗ് മികവ് ഏത് വമ്പൻ ബാറ്റിംഗ് നിരയെയും തളക്കാൻ പോന്നതായിരുന്നു. ഇതിനോടൊപ്പം CSKയുടെ മഞ്ഞ ജേഴ്സിയിൽ പ്രശാന്ത് വീർ പന്തെറിയാനെത്തിയത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഉണർവാണ് നൽകിയിരിക്കുന്നത്. വരും മത്സരങ്ങളിൽ ടീമിന്റെ ബൗളിംഗ് കോമ്പിനേഷനുകളിൽ കൂടുതൽ വൈവിധ്യവും മൂർച്ചവും കൊണ്ടുവരാൻ പ്രശാന്തിന്റെ സാന്നിധ്യം സഹായിക്കും. എന്നാൽ ഈ അനുകൂല ഘടകങ്ങൾക്കെല്ലാം അപ്പുറം ആരാധകർക്കും ടീമിനും ഒരേപോലെ ആവേശം പകരുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് തല MS ധോണിയുടെ തിരിച്ചുവരവാണ്. അദ്ദേഹം പരിക്കുകൾ മാറി പൂർണ്ണ ഫിറ്റ്നസോടെ കളിക്കളത്തിലേക്ക് സജീവമാകുന്നത് ടീമിന്റെയൊക്കെ മനോവീര്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചേക്കും. വിക്കറ്റിന് പിന്നിലെ അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത തന്ത്രങ്ങളും ഡെത്ത് ഓവറുകളിലെ ഫിനിഷിംഗ് മികവും CSKയുടെ എക്കാലത്തെയും വലിയ കരുത്താണ്. ഈ ഘടകങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ്: പ്ലേ ഓഫിലേക്കുള്ള രാജകീയമായ കുതിപ്പ്. ടീമിലെ ഓരോ കളിക്കാരനും കൂട്ടത്തോടെ ഫോമിലേക്ക് ഉയർന്നതോടെ പ്ലേ ഓഫ് വേട്ടയിലെ ഏറ്റവും അപകടകാരികളായ സംഘമായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറിക്കഴിഞ്ഞു. ഇനിയുള്ള മത്സരങ്ങളിലും ഈ മികവ് തുടർന്ന് കിരീടത്തിലേക്കുള്ള യാത്ര അവർ കൂടുതൽ ശക്തമാക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായം ഋതുരാജ് ഗെയ്ക്വാദിന് വെറുമൊരു വേഷമല്ല, മറിച്ച് അവന്റെ ജീവശ്വാസമാണ്. ഹൃദയമിടിപ്പുകളിൽ പോലും CSKയുടെ മഞ്ഞ നിറം പടർന്നിരുന്നു. ഈ ജേഴ്സിക്കും നമ്മളെ നെഞ്ചിലേറ്റുന്ന ആരാധകർക്കും വേണ്ടി സർവവും സമർപ്പിക്കും എന്ന വാക്ക് ഒരു നായകന്റെ വെറുമൊരു പ്രഖ്യാപനമല്ല, ആ മഞ്ഞക്കുപ്പായത്തോടുള്ള അചഞ്ചലമായ പ്രണയത്തിന്റെ സത്യവാക്മൂലമാണ്. ആ നിറം അവന് നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഓരോ തവണ ആ ജേഴ്സി അണിയുമ്പോഴും തന്റെ രക്തത്തിന് പോലും മഞ്ഞ നിറമാണെന്ന് അവൻ കളിക്കളത്തിൽ തെളിയിച്ചിരുന്നു. ഈ വർഷത്തിൽ തുടക്കത്തിൽ ഫോം നഷ്ടപ്പെട്ട് പതറിയപ്പോൾ വിമർശകരുടെ കൂരമ്പുകൾ അവന് നേരെ പാഞ്ഞെടുത്തിരുന്നു. അവന്റെ ബാറ്റിംഗ് ശബ്ദം നഷ്ടപ്പെട്ടുവെന്ന് പലരും കരുതി. പക്ഷേ പരാജയങ്ങളുടെ ഇരുളിൽ വീണിടിഞ്ഞു പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. ചെന്നൈയുടെ മഞ്ഞയണിഞ്ഞ ഒരു പോരാളിക്ക് അത്ര വേഗം തോറ്റുകൊടുക്കാൻ കഴിയില്ലല്ലോ. ഒരു ഫിനിഷ് പക്ഷിയെപ്പോലെ തന്റെ മോശം ഫോമിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഗംഭീരമായ തിരിച്ചുവരവ് അവന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും ടീമിനോടുള്ള അടങ്ങാത്ത കൂറിന്റെയും അടയാളമാണ്. ഓരോ മത്സരത്തിലും വിജയത്തിനായി അവസാന ശ്വാസം വരെ പോരാടുമെന്ന അവന്റെ പ്രതിജ്ഞ ആരാധകരിൽ ആവേശത്തിന്റെ തിരമാലകളാണ് സൃഷ്ടിക്കുന്നത്. കളിക്കളത്തിൽ അവൻ വിയർപ്പൊഴുക്കുമ്പോൾ ആ മഞ്ഞ ജേഴ്സി സ്വർണം പോലെ കൂടുതൽ തിളങ്ങുകയാണ്. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ചെന്നൈയുടെ വിജയക്കൊടി പാറിക്കാൻ തന്റെ സർവ്വവും നൽകാൻ ഋതുരാജ് തയ്യാറായി.